കുറച്ച് നാളുകൾക്ക് മുന്നേ ലുലു ഹൈപ്പർ മാർക്കറ്റ് നടത്തിയിരുന്ന ദ ഫാഷൻ വീക്ക് കാലിക്കറ്റ് ബേസ് ചെയ്ത് ഞങ്ങളായിരുന്നു അവർക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്തു കൊടുത്തിരുന്നത്. അവരുടെ ആവശ്യപ്രകാരം കാലിക്കറ്റുള്ള കുറച്ച് സൈൻഡ് പ്ലേസ്, പാളയം മാർക്കറ്റ്, ബീച്ച്, അതുപോലെ മിഠായി തെരുവ്, ഈ ഒരു പ്ലേസുകളിലൊക്കെ വെച്ചിട്ട് കുറച്ച് മോഡൽസ് വാക്ക് ചെയ്യുന്നതും പോസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ, ബ്രാൻഡ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ. എന്നാൽ ഞങ്ങളത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്ന് തിങ്ക് ചെയ്തു. India's epic trendsetter fashion show is back. ഈ ഒരു വീഡിയോയിൽ ഓൾമോസ്റ്റ് എഡിറ്റിംഗ് മേഖലയിലാണ് കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. ഇതിലെ ഓരോ ട്രാൻസിഷനും അതിന് തൊട്ട് മുന്നേ ദിവസം, അതായത് ഷൂട്ട് നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഡേയ്സ് ഞങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഏത് ടൈമാണ് അവിടെ ബെറ്റർ എന്ന് നോക്കിയിട്ട് കുറച്ച് മൊബൈലിൽ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ അസിസ്റ്റൻസിനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന രീതിയിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് എഡിറ്റിംഗ് ടാബിൽ നിന്നിട്ട് ഇതിന് ട്രാൻസിഷൻ പ്ലാൻ ചെയ്യണം. ഞങ്ങളത് അന്ന് നൈറ്റ് തന്നെ ട്രാൻസിഷൻ ഇങ്ങനെ ചെയ്യാം, ഇത് ഈ വീഡിയോ വന്ന് ഇങ്ങനത്തെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ക്യാമറയുടെ ആംഗിൾ, ഇതിനൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ടോട്ടലി ഷൂട്ടിൽ പോയിരുന്നത്. അതായത് ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കട്ട് ഇതിനകത്ത് വരണമെന്നുണ്ടായിരുന്നു. ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻലി ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ടൈമിൽ കുറച്ച് കഷ്ടപ്പെടും. ഇതിൻ്റെ ഡയറക്ടർ നിതീഷ് അത്യാവശ്യം ഉറക്കൊഴിച്ച് തന്നെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കിത് ഷൂട്ട് കിട്ടുന്നത് അറൗണ്ട് ഒരു 3 or 4 days അതിന് മുന്നെയാണ് ഞങ്ങൾക്ക് ഈ ഷൂട്ടിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത്. പിന്നെ കുറച്ച് റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ, കാലിക്കറ്റിൽ നിന്ന് കുറച്ച് റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ, അത്രയും പ്ലാൻ ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു വീഡിയോ അവരുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെ വീഡിയോഗ്രാഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് അവർ പുറത്തേക്ക് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ആവണം, ഒന്ന് വെറൈറ്റി ആവണം, കുറച്ചൊരു ക്വാളിറ്റി അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്കതിൽ എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് നിതീഷുമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 days ഞങ്ങളെല്ലാവരും ഉറക്കം വെച്ച് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഇതിൻ്റെ എഡിറ്റർ നിഷാദ്. പ്രീ പ്രൊഡക്ഷൻ പ്ലാൻ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയുമായിരുന്നു. അതൊരു കാലിക്കറ്റിൻ്റെ ഫേസാണ് കാണിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ഞങ്ങൾക്ക് കുറച്ച് ലാഗായി ഷൂട്ടിംഗ് ടൈമിൽ കിട്ടേണ്ട ഷൂട്ട് കാര്യങ്ങളും കറക്റ്റ് പ്രോപ്പർ അല്ലായിരുന്നു കിട്ടിയിരുന്നത്. ചിട്ടപ്പെട്ടെ ഫാസ്റ്റായിരുന്നു എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഫാസ്റ്റായിരുന്നു എഡിറ്റിങ്. ഒരു ഫാസ്റ്റ് മൂഡ് എഡിറ്റിംഗ് ആയതുകൊണ്ട് ഇതിന് നന്നായിട്ട് റെഫർ ചെയ്ത് അതിന് തൊട്ട് മുന്നേ ഉള്ള ഷോട്ടുകൾ റെഫർ ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാൻസിഷൻ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാനും ചെയ്തിരുന്നു, ബട്ട് കിട്ടിയില്ല. പിന്നീട് വന്ന ഓരോ വർക്കിലും ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് തന്നെ കൊണ്ടുപോയി. ഇങ്ങനെയാണല്ലോ ഓരോ വർക്ക് ചെയ്യുന്നു, ഓരോന്ന് പുതുതായിട്ട് പഠിക്കുക എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന ക്യാമറ സോണിയുടെ FX3 50mm 1.2 G മാസ്റ്റർ ലെൻസും 24mm 1.4 ലെൻസും ലാവയുടെ 12mm വൈഡ് ലെൻസും ആയിരുന്നു. പിന്നെ 85mm ബാറ്റിസിൻ്റെ ലെൻസും. ഓട്ടോ ഫോക്കസ് ലെൻസുകളാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിനിമാറ്റിക് ലെൻസ് കാര്യങ്ങൾ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പുറത്തുനിന്ന് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ ലെൻസുകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിത് ചൂസ് ചെയ്തത്. ലെൻസ് ഏതും ആയിക്കോട്ടെ, ഞങ്ങളുടെ കൂടെ ഒരു നല്ല ടീമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഔട്ട് തരാൻ പറ്റി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.